ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഏതൊരു ഡ്രസ്സിനും നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈൻ ആണ് കാണിക്കുന്നത്. മെറ്റീരിയൽ ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്ക് കട്ട് ചെയ്തിട്ടില്ല, നെക്ക് ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത്. ഒരു പീസ് ക്യാൻവാസ് എടുത്തിട്ട് നേരെ പകുതിയാക്കി മടക്കി എന്നിട്ട് നീങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് മിഡിലിൽ പിന്നോത്തി കൊടുത്തിട്ടുണ്ട്. നെക്ക് മാർക്ക് ചെയ്യാം. 3 ഇഞ്ച് വിഡ്ത്തിലും 4 ഇഞ്ച് ലെങ്ത്തിലും ഫസ്റ്റ് ഒരു റൗണ്ട് നെക്ക് മാർക്ക് ചെയ്തു. ഇവിടെയൊന്നും താഴോട്ടേക്ക് 2 ഇഞ്ചിൽ മാർക്ക് ചെയ്യാണ്. ഇവിടെ നമ്മൾ ഓപ്പൺ ആണ് കൊടുക്കുന്നത്. ഓപ്പണിന്റെ ലെങ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ഇഞ്ച് വരെ എടുക്കാം. ഇനി നെക്കിന് ചുറ്റും ഒരു 3/4 ഇഞ്ച് വിഡ്ത്തിൽ മാർക്ക് ചെയ്യാണ്. നെക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഒരു പീസ് ഫാബ്രിക് എടുത്തിട്ടുണ്ട്. ഇതിന്റെ ഉൾവശത്ത് ക്യാൻവാസ് വെച്ചിട്ട് അയൺ ചെയ്തെടുക്കാം. അയൺ ചെയ്യുന്ന സമയത്ത് ഈ ഓപ്പൺ ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് വെക്കരുത്, കുറച്ച് ഇങ്ങനെ വീഴ്ത്തി വെക്കണം. കാരണം നമുക്ക് ഇതിന്റെ ഉള്ളിലൂടെ സ്റ്റിച്ച് ചെയ്യേണ്ടതാണ്. അയൺ ചെയ്തെടുത്തതിന് ശേഷം 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് എക്സ്ട്രാ മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇത് ക്യാൻവാസിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്കിന്റെ സെന്റർ മാർക്ക് ചെയ്യാണ്. ഇതേപോലെ കുർത്തിയിലെയും നെക്കിന്റെ സെന്റർ മാർക്ക് ചെയ്യണം. കുർത്തിയുടെ നല്ല വശത്തിനോട് നെക്കിലെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് നെക്കിന് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഓപ്പൺ വരുന്ന ഭാഗത്ത് വി ഷേപ്പിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് എക്സ്ട്രാ മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റാണ്. ചെറിയ കട്ടുകൾ ഇട്ടുകൊടുത്തതിന് ശേഷം നല്ല വശത്തേക്ക് മറിച്ചിടാം. നല്ല വശം മറിച്ചിട്ടു. ഇനി വേണേൽ ഒന്ന് അയൺ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിന്റെ അരികിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉൾവശത്ത് ക്യാൻവാസും മെറ്റീരിയലും തമ്മിൽ കൈകൊണ്ട് തുന്നി ചേർത്താലും മതി. അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടാണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.